ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ സൂവിലാണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും 11 കിലോമീറ്റർ മാറി പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സൂ ഉള്ളത്. 336 ഏക്കർ വരുന്ന ഈ സൂ നിർമ്മിച്ചത് ഓസ്ട്രേലിയൻ സിറ്റിസനായ ജോൺ കൂ എന്നൊരു ഡിസൈനറാണ്. ലാൻഡ്സ്കേപ്പ് ഇമേഴ്ഷനാണ് ഈ സൂവിൻ്റെ പ്രത്യേകത. ലാൻഡ്സ്കേപ്പ് ഇമേഴ്ഷൻ എന്ന് വെച്ചാൽ ഈ വൈൽഡ് ലൈഫ് സ്ട്രക്ചർ പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലേ കൂടി പാത്ത് അല്ലെങ്കിൽ വാക്ക് വേ നിർമ്മിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സൂ ആണിത്. ഞങ്ങളിവിടെ വന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ്. കാർ പാർക്കിങ്ങും ബൈക്ക് പാർക്കിങ്ങും ആയിട്ട് വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ അവൈലബിൾ ആണ്. കാർ പാർക്കിങ്ങിന് വരുന്നത് 100 രൂപയാണ്. ഓരോ ഗേജ് ഗ്രൂപ്പിലെ ആൾക്കാർക്കും ഓരോ ടിക്കറ്റ് റേറ്റാണ് വരുന്നത്. അതുകൂടെ തന്നെ ബസ് ടിക്കറ്റും അവൈലബിൾ ആണ്. അതുപോലെ സെൽഫ് സർവീസ് ആയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. ബസ് ടിക്കറ്റ് എന്ന് പറയുമ്പം ഒരുപാട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഒട്ടും പറ്റാത്തവർക്കോ വേണ്ടി ബസ് ചൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. KSRTC ബസ്സാണ് ഇവിടെ ഉള്ളത്. 3 സ്റ്റോപ്പായിട്ടാണ് ഈ ബസ് നിർത്തുക. അതായത് 3 പാർട്ടായിട്ടാണ് ഈ സൂ നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ വരുന്നതാണ് മുതല, പക്ഷികൾ, മയിൽ, കൃഷ്ണപ്പരുന്ത്, അതുപോലെ ചെറിയ കുരങ്ങൻ. ഇതൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് പോലെയുണ്ട്. ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ് കഫറ്റീരിയ, ക്യാൻറ്റീൻ സൗകര്യവും വാഷ്റൂം സൗകര്യവും കൂടിയുണ്ട്. ഫിസിക്കലി ഫിറ്റായവർക്ക് ബസ് എടുക്കണമെന്ന് നിർബന്ധമില്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതുപോലെ ഓരോ ബസ് സ്റ്റോപ്പിലും പോലീസ് ഉണ്ടാവും. അവരോട് നമുക്ക് നിർദ്ദേശങ്ങളോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യത്തെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് പാമ്പ്, കുരങ്ങൻ, റാബിറ്റ് എന്നീ ഇനങ്ങളൊക്കെ ഉണ്ടാവും. അതിനിയും കൺസ്ട്രക്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഭാവിയിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് കൺസ്ട്രക്റ്റ് ചെയ്ത് റെഡിയാക്കുന്നതായിരിക്കും. അതുപോലെ എനിക്ക് ഈ സൂവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു മയിൽ. ഒരുപാട് സമയം ഇത് പീലി വിടർത്തി നിന്ന് ഒരുപാട് മയിലും ഉണ്ടായിരുന്നു. കാണാൻ ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ പുള്ളിമാനും ഉണ്ടായിരുന്നു. ഒരുപാട് പുള്ളിമാനം ഉണ്ടായിരുന്നു. വളരെ വലിയൊരു സ്ഥലം തന്നെയാണ് ഈ പുള്ളിമാന് ഉള്ളത്. അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഇങ്ങനെ നടന്ന് നമ്മൾ ഫസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തും. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഫസ്റ്റ് ബസ് സ്റ്റോപ്പിൽ. അതുപോലെ തന്നെ കഫറ്റീരിയ അല്ലെങ്കിൽ ക്യാൻറ്റീനും അതിൻ്റെ ഓപ്പോസിറ്റിലായിട്ടുണ്ട്. നമുക്ക് ചായ, കാപ്പി, ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട് കേട്ടോ ഇവിടെ. വാഷ്റൂം ഫെസിലിറ്റീസും ഓരോ ബസ് സ്റ്റോപ്പിലും വാഷ്റൂം ഫെസിലിറ്റീസും ഉണ്ട്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബസ് വന്നു. ബസ്സിൽ കയറാൻ തന്നെ ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓടിച്ചാടി ബസ്സിൽ കയറി സൈഡ് സീറ്റ്സ് തന്നെ പിടിച്ചു. നല്ല വ്യൂ ഉണ്ടായിരുന്നു അവിടെ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടി. അടുത്ത സ്റ്റോപ്പിലാണെങ്കിൽ കാട്ടുപോത്താണുള്ളത്. വലിയ സൈസൊന്നും ഇല്ല, എനിക്ക് തോന്നുന്നു ഇത് കുട്ടി കാട്ടുപോത്താണെന്ന് തോന്നുന്നു. അതുപോലെ പുലി ഉണ്ടായിരുന്നു. വലിയൊരു ഏരിയയിൽ തന്നെയാണ് പുലിയൊക്കെ ഉള്ളത്. പുലിയും പുള്ളിപ്പുലിയും. സിംഹം ഉണ്ടായിരുന്നില്ല. പുലിയെ കാണാൻ അത്ര ആരോഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കുറച്ച് സമയം പുറത്തേക്കൊക്കെ നടന്നു. ഒരുപാട് സമയം കാത്തു നിന്നപ്പോഴാണ് പുള്ളിപ്പുലിയും പുലിയൊക്കെ ഒന്ന് ഇരുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 3ാമത്തെ പാർട്ടിലേക്കാണ് പോയത്. അവിടെയാണ് ഓസ്ട്രിച്ച്, റിയ, എമു, ഹിപ്പോപ്പൊട്ടാമസ് എന്നീ ഇനങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ബസ് പിടിക്കാതെ നടക്കാമെന്ന് വിചാരിച്ചു. നടക്കാൻ ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. താഴോട്ടുള്ളൊരു സ്ലോപ്പായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു നടക്കാൻ. ഒട്ടുമിക്ക ആൾക്കാരൊക്കെ നടന്നിട്ട് തന്നെയായിരുന്നു പോകുന്നത്. അവിടെ എത്തിയപ്പം ഓസ്ട്രിച്ച്, എമു ഇവർക്കൊക്കെ വലിയൊരു സ്ഥലം തന്നെയാണ് ഉള്ളത്. ഒരുപാട് ഓസ്ട്രിച്ച്, ഒരുപാട് എമു ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നേരെ 3ാമത്തെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി അവിടുത്തെ ക്യാൻറ്റീൻ ഐസ്ക്രീമൊക്കെ കഴിച്ച് ബസ് കയറി നേരെ നമ്മളെ എൻട്രൻസിൻ്റെ അവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തൃശ്ശൂർ സൂവിലുള്ള വിശേഷം. ഒരുപാട് മൃഗങ്ങളൊന്നും ഇല്ല, എന്നാലും കാണാൻ ഒരു രസമാണ്.